25 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. നീ പതുക്കെ പറക്കൂ സുന്ദരിത്തത്തെ. ഈ വൃദ്ധയ്ക്ക് നിന്റെ വേഗത്തിനൊത്തു നടക്കാൻ കഴിയില്ല. കാലുകൾ തളരുന്നു. അരുവി എത്താറായില്ലേ? 3000 ചുവടുകൾ കഴിഞ്ഞു. നിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ സുന്ദരി. നീ എവിടെയാണ്? എന്റെ സുന്ദരിത്തത്തയ്ക്ക് എന്തോ ആപത്ത് പിണഞ്ഞിട്ടുണ്ട്. സുന്ദരി, നീ എവിടെയാണ്? നിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഇത് നിങ്ങളുടെ തത്തയാണോ? ഒരു വിനോദത്തിനായി ഞാൻ ഈ അമ്പതറച്ച് ഇത് ചത്തുപോയിരിക്കുന്നു. അയ്യോ, എന്റെ സുന്ദരി മരിച്ചെന്നോ? കുമാര, ഇതെനിക്ക് വെറും ഒരു തത്തയല്ലായിരുന്നു. പാവപ്പെട്ട ഈ അന്ധയുടെ കാഴ്ചയും വെളിച്ചവും കൂട്ടുമായിരുന്നു ഈ സുന്ദരി. ഇല്ല, നീ ചെയ്ത അപരാധത്തിന് മാപ്പില്ല. ഒരു സാധു പക്ഷിയെ കൊന്ന നീ ക്രൂരനാണ്. ഹേ വൃദ്ധേ, കേവലം ഒരു പക്ഷിയെ അമ്പെയ്തതിന് എനിക്ക് ശിക്ഷയോ? ഞാൻ ആരാണെന്നറിയുമോ? ഈ കാടിന്റെയും നാടിന്റെയും സർവാധികാരിയായ രാജശേഖര മഹാരാജാവിന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് നേരെ ശബ്ദമുയർത്തുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങളുടെ തത്തയ്ക്ക് പകരമായി എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പണം കൊണ്ടളക്കാൻ പറ്റാത്ത പലതുമുണ്ട് കുമാര ഈ ഭൂമിയിൽ. നിന്റെ ഖജനാവിലെ സർവസമ്പത്തും നൽകിയാലും എന്റെ തത്തയ്ക്ക് പകരമാകില്ല. നിങ്ങളുടെ ഭ്രാന്തുകൾ കേൾക്കാൻ എനിക്ക് സമയമില്ല. ഈ തത്തയെന്നല്ല, ഈ വനത്തിലെ സകലമാന ജന്തുജാലങ്ങളെയും ഞാൻ വേട്ടയാടും. ഈ രാജ്യത്തിന്റെ അടുത്ത രാജാവാണ് ഞാൻ. അഹങ്കാരം നിന്നെ മൂടി നിൽക്കുകയാണ് കുമാര. എന്റെ വെളിച്ചം കെടുത്തിയ നിന്നെ ഈ വൃദ്ധ ശപിക്കുന്നു. വരും ജന്മത്തിൽ നീയൊരു തത്തയായി പിറക്കട്ടെ. നാടുകൾ താണ്ടി, കാടുകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് നീയൊരു കൂട്ടിലകപ്പെടട്ടെ. സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം അനുഭവിച്ചാലാണ് കൂടിൻ്റെ പരിമിതികൾ നിന്നെ പൊള്ളിക്കുകയുള്ളൂ. പതിറ്റാണ്ടുകളോളം കൂട്ടിൽ കിടന്ന് പല മനുഷ്യരുടെയും വെളിച്ചമായി മാറുക. ജീവിതങ്ങൾ കാണുക, അനുഭവങ്ങൾ നേടുക. അന്ന് നിന്റെ അഹങ്കാരം വിട്ടൊഴിയും. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാകും. വൃദ്ധയുടെ ശാപം ഫലിച്ചു. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും സാക്ഷിയായി രാജകുമാരൻ ഒരു തത്തയായി പുനർജനിച്ചു. പകലുകൾ, രാത്രികൾ, സന്ധ്യകൾ എന്നിങ്ങനെ വർഷങ്ങളോളം വനങ്ങളിലും ഗ്രാമങ്ങളിലും പർവ്വതങ്ങളിലും നദീതടങ്ങളിലും ആധുനിക നഗരങ്ങളിലും തത്ത അലഞ്ഞു നടന്നു. നിരവധി ജീവിതങ്ങൾ കണ്ടു. മനുഷ്യരുടെ നിസ്സഹായതകൾ കണ്ടു. അഹങ്കാരത്താൽ തകർന്ന സാമ്രാജ്യങ്ങൾ കണ്ടു. പറവകൾ വിതയ്ക്കുന്നില്ലെന്നും കൊയ്യുന്നില്ലെന്നും മണിമാളികകൾ പണിയുന്നില്ലെന്നും സ്വന്തം ജീവിതം കൊണ്ട് കുമാരൻ മനസ്സിലാക്കി. ഒരു നാൾ ഒരു കൈനോട്ടക്കാരിയായ വൃദ്ധയുടെ കൂട്ടിൽ കുമാരൻ അകപ്പെട്ടു. അതുവരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം തത്തയ്ക്ക് നിഷേധിക്കപ്പെട്ടു. ശാപത്തിന്റെ അഗ്നിയിൽ, പാരതന്ത്ര്യത്തിന്റെ ഇരുട്ടിൽ തത്ത തന്റെ ദിനങ്ങൾ തള്ളി നീക്കി. കൈനോട്ടക്കാരിയോടൊപ്പം ഇണങ്ങി ജീവിക്കാൻ ശീലിച്ചപ്പോൾ പിന്നീട് കൂട്ടിൽ നിന്നും പറന്നകലുവാൻ തത്തയ്ക്ക് തോന്നിയതേയില്ല. ജീവിതാനുഭവങ്ങൾ തത്തയുടെ ഗുരുവായി മാറി. തന്നെ താനാക്കിയ അനുഭവങ്ങളാകുന്ന മഹാഗുരുവിനെ തത്ത മനസ്സുകൊണ്ട് പ്രണമിച്ചു. ഗുരുവേ നമഃ. ശ്രീ ഗുരവേ നമഃ.
तत्त्वाय गुरवे नमः ह्रीश्वरनन्दितश्रुतितत्त्वाय गुरवे नमः गमगधीभावरसलसिताय गुरवे नमः मम विधिं रागनरहरिं तं सद्गुरुं नमः మురళాలించెను తన మహాదయను నను గణించెను యెహోవా మురళాలించెను తన మహాదయను నను గణించెను తన మహాదయను నను గణించెను నాగేంద్రహారాయ త్రిలోచనాయ భస్మాంగరాగాయ మహేశ్వరాయ नागेन्द्रहाराय त्रिलोचनाय भस्मांगरागाय महेश्वराय नित्याय शुद्धाय दिगंबराय तस्मै नकाराय नमः शिवाय नागेन्द्रहाराय त्रिलोचनाय भस्मांगरागाय महेश्वराय नित्याय शुद्धाय दिगंबराय तस्मै नकाराय नमः शिवाय दाकिनी सलिल चंदन चर्चिताय नंदेश्वर प्रमथनाथ महेश्वराय मंदार पुष्प बहु पुष्प सुपूजिताय तस्मै मकाराय नमः शिवाय मंदाकिनी सलिल चंदन चर्चिताय नंदेश्वर प्रमथनाथ महेश्वराय मंदार पुष्प बहु पुष्प सुपूजिताय तस्मै मकाराय नमः शिवाय शिव शंकर शंभो शिव शंकर शंभो शिव शंकर शंभो शिवाय गौरे वदनाभ्यवृन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै श्रीकाराय नमः शिवाय शिवाय गौरी वदनाभ्यवृन्द सूर्याय दक्षाध्वरनाशकाय श्रीनीलकण्ठाय वृषध्वजाय तस्मै श्रीकाराय नमः शिवाय शिव शंकर शंभो शिव शंकर शंभो शिव शंकर शंभो शिव शंकर शंभो वशिष्ठ कुंभोद्भव गौतमार्य मुनीन्द्र देवार्चित शेखराय चन्द्रार्क वैश्वानरलोचनाय तस्मै मकाराय नमः शिवाय वशिष्ठ कुंभोद्भव गौतमार्य मुनीन्द्र देवार्चित शेखराय चन्द्रार्क वैश्वानरलोचनाय तस्मै मकाराय नमः शिवाय नित्यस्वरूपाय जटाधराय
शिवाय नमः शिवाय शिवशंकर शंभो 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 शिवशंकर शंभो